ഹായ് ഫ്രണ്ട്സ്, മോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് രുചികരമായ കിടിലനൊരു ചമ്മന്തി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ. വാ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 1/2 കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്തതിലേക്ക് നമുക്കൊരല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി നമുക്കൊരു 10-20 മിനിറ്റെങ്കിലും കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്നും ഉണ്ടാക്കി കഴിക്കണം. ഇതിൻ്റെ ടേസ്റ്റ് കഴിച്ച് തന്നെ അറിയണം, ഇത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ സമയം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു വലിയ സവാള നമുക്ക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ഒന്ന് വറുത്ത് കോരണം. തീ കുറച്ച് വെച്ച് വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, അത്രയും സമയം എടുക്കത്തില്ലേ. അപ്പോൾ അതാ ഈ നല്ലപോലെ ഇപ്പം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ നമുക്കിതൊന്ന് വറുത്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇനി ഇത് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു 10-15 അല്ലി വെളുത്തുള്ളി നമുക്ക് തോലോട് കൂടി തന്നെ കഴുകിയതിന് ശേഷം ഒന്ന് ചതച്ചെടുക്കാം. അത് ഈ എണ്ണയിലിട്ടൊന്ന് വറുത്ത് കോരാം നമുക്ക്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചമണം എല്ലാം മാറി ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടണം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ തന്നെ സ്കൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ ഇത് നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ഒന്നോ രണ്ടോ തണ്ട് കറി ലീഫ് ചേർത്ത് കൊടുക്കാം. അത് ഇതുപോലെ ഒന്ന് വറുത്ത് കോരി മാറ്റാം നമുക്ക്. ഇത് മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാനൊക്കെ. നല്ല ടേസ്റ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇനി ഈ എണ്ണയിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായ ചിക്കന് എല്ലാം നിരത്തി വെച്ച് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇതുപോലെ നല്ലപോലെ മൊരിയിച്ചെടുക്കാം. ഇനി നമുക്കിത് മാറ്റാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു അരപ്പ് കൂടെ തയ്യാറാക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 3 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയം തന്നെ നിങ്ങൾക്ക് പുളിക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ അല്പം പുളി ചേർക്കാം. പക്ഷേ ഞാൻ ചെറുനാരങ്ങ നീര് ചേർക്കുന്നതുകൊണ്ടാണ് പുളി ചേർക്കാത്തത്. ചെറുനാരങ്ങയുടെ നീര് ഇഷ്ടമില്ലാത്തവർ ഈ സമയം പിഴിപുളിയിൽ ഒരല്പം ചേർത്ത് ചമ്മന്തി എങ്ങനെ അടിക്കുന്നത് അതുപോലെ നമുക്ക് ചേർത്ത് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അടിച്ചിതാക്കരുത്. ഈ പരുവത്തിൽ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അതുപോലെ തന്നെ ഇനി നമുക്ക് ചമ്മന്തിയും ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് അരഞ്ഞു പോകരുത് ചമ്മന്തി. ഈ ഒരു പരുവത്തിൽ വേണം അടിച്ചെടുക്കാൻ. ഇനി നമുക്ക് അതേ പാനിലേക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിക്കാം. അപ്പോൾ കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് 1-2 തണ്ട് കറി ലീഫും കുറച്ച് ഉണക്കമുളകും കൂടെ ഇതുപോലെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ.
ഇനി ഇതിലേക്ക് നമ്മൾ ചമ്മന്തി അടിച്ചു വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം എണ്ണയിൽ. അപ്പോൾ ഏത് പാചകം ചെയ്യുമ്പോഴും തീ കുറച്ച് വെച്ച് ചെയ്യുക. ഈ സമയം ഞാൻ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണ്ടാന്നുള്ളൊരു പുളി ഒന്ന് ചേർത്തൊന്ന് തേങ്ങയുടെ കൂടെ ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ പുളി ചേർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ നീര് ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. കരിഞ്ഞു പോകാതെ വേണം ചെയ്യാൻ. അതുകൊണ്ട് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യരുത് കേട്ടോ. ഇതിൻ്റെ പച്ചമുളക് മുളക് പൊടിയൊക്കെ ഇട്ട് നമ്മൾ അടിച്ചതല്ല. അപ്പോൾ ഇതിൻ്റെ പച്ചമുളകെല്ലാം ഒന്ന് മാറി ഒന്ന് നല്ലപോലെ അതിൻ്റെ നീരെല്ലാം ഒന്ന് മാറി കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതൊരിക്കൽ കഴിച്ചാൽ പിന്നെ നിങ്ങൾ കഴിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. ഇനി നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന സവാള, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കിതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. കുറച്ച് നേരം നിന്ന് നല്ലപോലെ ഒന്ന് ഇത് വഴറ്റിയെടുക്കാം. ഒത്തിരി വേണ്ട, എന്നാലും കുറച്ച് നേരം ഒന്ന് വഴറ്റിയാൽ മതിയാവും. നമ്മൾ ചിക്കനെല്ലാം നല്ലപോലെ വറുത്ത് വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഇത്രയും മതിയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ സ്കൈപ്പ് ചെയ്യാൻ മറന്നു പോരുതേ.